ഒരു ഹിമാനി എങ്ങനെയാണ് ഒരു താഴ്വരയെ മുഴുവൻ മുക്കുന്ന വൻ പ്രളയത്തിന് കാരണമാകുന്നത്? ഉയർന്ന ഹിമാലയൻ മലനിരകളിൽ പതുക്കെ താഴേക്ക് നീങ്ങുന്ന കൂറ്റൻ മഞ്ഞുപാളികളാണ് ഹിമാനികൾ അഥവാ ഗ്ലേഷ്യേഴ്സ്. കാലാവസ്ഥ ചൂടാകുന്നതിനനുസരിച്ച് പല ഹിമാനികളും വേഗത്തിൽ ഉരുകുന്നു. ഈ ഉരുകിയ വെള്ളം മലകൾക്കിടയിൽ അടിഞ്ഞുകൂടുമ്പോൾ ഹിമാനി തടാകങ്ങൾ ഗ്ലേഷ്യൽ ലേക്സ് രൂപപ്പെടുന്നു. പലപ്പോഴും പാറകളും മണ്ണും മഞ്ഞും മറ്റ് അവശിഷ്ടങ്ങളും ചേർന്ന ദുർബലമായ തടയണകളാണ് ഈ തടാകങ്ങളിലെ വെള്ളം തടഞ്ഞു നിർത്തുന്നത്. തടാകം വലുതാകും തോറും തടയണയ്ക്കുമേൽ സമ്മർദ്ദം കൂടുന്നു. പക്ഷേ അപകടം അവിടെ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു ഹിമപാതമോ പാറയിടിച്ചലോ മഞ്ഞിൻ്റെ വലിയ ഭാഗം തകർന്നു വീഴുന്നതോ തടാകത്തിലേക്കോ നദിയിലേക്കോ പതിച്ചാൽ പെട്ടെന്ന് വലിയ അളവിൽ വെള്ളവും അവശിഷ്ടങ്ങളും താഴേക്ക് കുതിച്ചെത്താം. തടയണ തകരുകയോ വെള്ളം കവിഞ്ഞൊഴുകുകയോ ചെയ്താൽ മലമുകളിൽ തടഞ്ഞു നിന്ന വെള്ളം ഒറ്റയടിക്ക് താഴ്വരയിലേക്ക് ഇരച്ചു പായും. ചിലപ്പോൾ ഈ വെള്ളത്തിനൊപ്പം ചെളിയും വൻ പാറകളും മഞ്ഞും ഒഴുകിയെത്തും. ഒരു തടാകത്തിൽ നിന്നുള്ള പ്രളയം താഴെയുള്ള മറ്റൊരു തടാകത്തെയോ പ്രകൃതിദത്ത തടയണയെയോ തകർത്താൽ അതൊരു ശൃംഖലാ പ്രതിപ്രവർത്തനമായി മാറാനും കഴിയും. അങ്ങനെ രൂപപ്പെടുന്ന വെള്ളത്തിൻ്റെയും ചെളിയുടെയും പാറകളുടെയും വൻ പ്രവാഹം താഴ്വരയിലൂടെ അതിവേഗം സഞ്ചരിക്കും. വഴിയിലുള്ള വീടുകൾ, പാലങ്ങൾ, റോഡുകൾ, വാഹനങ്ങൾ, ജലവൈദ്യുത പദ്ധതികൾ എല്ലാം അതിൻ്റെ ശക്തിയിൽ തകർന്നു പോകും. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം, ഇത്തരം പ്രളയങ്ങൾ മുന്നറിയിപ്പിന് വളരെ കുറച്ചു സമയം മാത്രമേ നൽകൂ. ഇതിന് ഏറ്റവും പുതിയ ദാരുണ ഉദാഹരണമാണ് 2026 ഓഗസ്റ്റ് 26 നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ ദുരന്തം. റസുവ ജില്ലയിലെയും സാബർവേസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെയും ജനവാസ കേന്ദ്രങ്ങൾ ശക്തമായ പ്രളയത്തിൽ തകർന്നു. ആദ്യ റിപ്പോർട്ടുകളിൽ ഏകദേശം 4.4 തീവ്രതയുള്ള ഭൂകമ്പം ഈ സംഭവത്തിന് കാരണമായിരിക്കാമെന്ന് കരുതിയിരുന്നു. എന്നാൽ പിന്നീട് പുറത്തു വന്ന പഠനങ്ങൾ മറ്റൊരു ചിത്രം നൽകി. ഒരു ഹിമാനിയുടെ ഭാഗം തകർന്നു വീണ് പാറയും മഞ്ഞും അവശിഷ്ടങ്ങളും ചേർന്ന വൻ പ്രവാഹം താഴേക്ക് പതിച്ചതാണ് ദുരന്തത്തിന് തുടക്കമിട്ടതെന്ന് ഉപഗ്രഹ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ പ്രവാഹം ലെൻഡെ നദിയെ തടസ്സപ്പെടുത്തി. തുടർന്ന് ആ തടസ്സം തകർന്നപ്പോൾ വൻതോതിൽ വെള്ളവും അവശിഷ്ടങ്ങളും താഴേക്ക് കുതിച്ചെത്തുകയായിരുന്നു. അതിൻ്റെ ശക്തിയിൽ വീടുകളും പാലങ്ങളും റോഡുകളും ജലവൈദ്യുത അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നു. നൂറുകണക്കിന് ആളുകൾ മരിക്കുകയും നിരവധി പേരെ കാണാതാകുകയും ചെയ്ത ഈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇതൊരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹിമാലയത്തിലെ മഞ്ഞുപാളികളിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റം പോലും താഴ്വരകളിൽ വൻ ദുരന്തമായി മാറാം. കാലാവസ്ഥാ വ്യതിയാനം ഹിമാനികളുടെ ഉരുകലിനെയും അസ്ഥിരതയെയും വർദ്ധിപ്പിക്കുന്നതിനാൽ ഇത്തരം അപകടങ്ങളെ നിരീക്ഷിക്കുന്നത് കൂടുതൽ പ്രധാനമാകുന്നു. ഇന്ന് ശാസ്ത്രജ്ഞർ ഉപഗ്രഹങ്ങൾ, സെൻസറുകൾ, ജലനിരപ്പ് നിരീക്ഷണ സംവിധാനങ്ങൾ, മുന്നറിയിപ്പ് സൈറണുകൾ എന്നിവ ഉപയോഗിച്ച് അപകട സാധ്യതയുള്ള ഹിമാനി തടാകങ്ങളും നദീതടങ്ങളും നിരീക്ഷിക്കുന്നു. അപകടകരമായ തടാകങ്ങളിലെ ജലനിരപ്പ് നിയന്ത്രിക്കുക, സുരക്ഷിതമായ ജലചാലുകൾ ഒരുക്കുക, സമയബന്ധിതമായ മുന്നറിയിപ്പ് നൽകുക ഇവയൊക്കെ ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കും. കാരണം ഹിമാലയത്തിൽ മഞ്ഞുരുകുന്നത് ഒരു പ്രകൃതി പ്രതിഭാസം മാത്രമല്ല, ചിലപ്പോൾ അത് ഒരു താഴ്വരയുടെ വിധി തന്നെ മാറ്റിയേക്കാം. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. നന്ദി.